ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? നമുക്ക് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോവാണ്ടാ. ചൂട് എങ്ങനെയുണ്ട്? അടിപൊളി പുഴുക്കണ്ട് കേട്ടാ, നല്ല ചൂടും. 2 ദിവസം മുന്നേ മഴ പെയ്തപ്പോ അപ്പച്ചൻ പറയായിരുന്നു ഭയങ്കര തണുപ്പാണ്. എനിക്ക് അപ്പോഴും ചൂടാണ്, ഇപ്പോഴും ചൂടാണ് കേട്ടാ. നമ്മുടെ ആദംകുട്ടനെ ഇന്നലെ രാത്രി വെള്ളം കുടിക്കാൻ വെക്കുമ്പോ നമ്മള് വെള്ളം കുടിക്കാൻ വേണ്ടി കുപ്പി വെക്കാറുണ്ട്. അപ്പൊ അതിലൊരു കുപ്പി കാണാനില്ല കേട്ടാ. ഞാനാണെങ്കിൽ വീട് ഫുള്ള് അന്വേഷിക്കാം, സകലമാന കബോർഡുകൾ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടക്കണ്ട. അപ്പൊ അമ്മച്ചിയോട് ചോദിച്ചു, ഞാൻ കുപ്പി കണ്ടോന്ന് ചോദിച്ചപ്പോ അമ്മച്ചി പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചനും എന്റെ കൂടെ വന്നു ഇത് കണ്ടുപിടിക്കാനുള്ളത്, എവിടെ കുപ്പി വെച്ചേക്കണേന്നുള്ളത് കണ്ടുപിടിച്ചപ്പോ ഇവനോട് ചോദിച്ചപ്പോ പറഞ്ഞിട്ടാ ഞാൻ കവറിൽ കെട്ടി വെച്ചിരുന്നത്. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ നോക്കിയപ്പോ ഉണ്ടടാ, എന്നിട്ട് ചെയ്ത് വെച്ചേക്കണെന്നറിയോ, ഒരു കവറിൽ കെട്ടി കുപ്പി വെള്ളം, ആ കുപ്പിയിൽ വെള്ളം ഉണ്ട് ലേശം, അതും കൂടി എടുത്തിങ്ങനെ നല്ല പോലെ മടക്കി കബോർഡിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായി എടുത്തു വെച്ചേക്കണം. പക്ഷെ അവന് ഓർമ്മയുണ്ട് എന്നിട്ട് അവൻ ചെയ്തേക്കണേ എന്നുള്ളത്. അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് അത് കബോർഡിൻ്റെ ഉള്ളിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഇപ്പം നമ്മുടെ ആദംകുട്ടൻ ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. എന്താ സംഭവിച്ചേക്കണം എനിക്കറിയില്ല. ഒറ്റ ദിവസം ഇങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷെ കൊച്ച് വോമിറ്റ് ചെയ്ത് ആകെപ്പാടെ ക്ഷീണമായിട്ടുണ്ട്. ഞാൻ കുളിക്കാൻ പോയി, കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഞാൻ നോക്കുമ്പോൾ ഇവൻ ഫുള്ള് ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരു പിടുത്തം കിട്ടണില്ല, എന്താ സംഭവിച്ചേക്കണേന്ന് അറിയണ്ടേ. വലിയ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. എന്നാലും ഒരു ക്ഷീണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം വേഗം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നൊക്കെ രാവിലെ എനിറ്റിപ്പോൾ ആൾ ഓക്കെയാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ കഴിച്ച ഫുഡിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ഇവർ ഈ മറ്റേ നാടൻ കോഴിയില്ലേ, നാടൻ കോഴിയുടെ ഇറച്ചി കൊടുത്തു കഴിഞ്ഞാൽ ഇവന് വോമിറ്റിങ് ഉണ്ട്. പക്ഷെ നാടൻ കോഴി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അത് ദഹിക്കാൻ കുട്ടികൾക്ക് പാടാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇവ വോമിറ്റ് ചെയ്യാറുള്ളത്. പക്ഷെ അതൊന്നും കൊടുത്തിട്ടുണ്ടായില്ല. എന്തായാലും ഇന്നത്തേക്ക് ആൾ ഓക്കെയാണ്, അതുകൊണ്ട് പകുതി സമാധാനം. എനിക്ക് എന്തെങ്കിലും വരുമ്പോഴേക്കും ഭയങ്കര പേടിയാണ് ഒന്നാമത്തെ കാര്യം. എന്നിട്ട് കയ്യിലിരിക്കണേ, കയ്യിൽ നിന്നിട്ടിരിക്കണേ ഉപ്പാണോ ഇരിക്കണേ? ആരുപ്പ് തന്നേ? ദന്തയാ? ആരുപ്പ് തന്നേ? ചേട്ടനോ? ചേട്ടനോ? ചേട്ട എവിടെയത്? എങ്ങടെ പോയവൻ? ചേട്ടാ ആരുടെ തലനാള്? ആരുടെ പാപ്പന് തലനാള്? ദാ ഈശ. അപ്പൊ അവര് എന്നിട്ട് ചെയ്യുന്നേ കടിക്ക കടിക്കണ്. ആരെ കടിക്കണ? തന്നെയാ? ചേട്ട വന്നുള്ളവിടുന്ന് ഇറങ്ങി നോക്കിയ ചേട്ടന്റെ സൗണ്ട് കേൾക്കണമ്പോഴേക്ക്. എവിടെ ചേട്ടാ? എവിടെ എവിടെ ചേട്ടൻ? എവിടെ ചേട്ടൻ? ചേട്ടാ ചേട്ടനെ കണ്ടിട്ട് അവന് ഇരിക്കാൻ പറ്റില്ല. ചേട്ടാ അവൻ പോയി. അത് പൊക്കോടാ, അത് പൊക്കോടാ. ചേട്ടൻ വന്നുടാ. അതിന് വാതിലടക്കണേ, വാതിലടക്കണ എന്തിനാ? ചേട്ടൻ എങ്ങടെ പോയേ? എവിടെ? ഏത് മീന്? 4 മീനുണ്ടായാ? എന്നിട്ട് മീനിന്റെ പേര് അതറിയില്ലേ? പാടിയേ, പാട്ട് പാടിയേ. അത് പാടി കൊടുത്തേ. നന്ദി പാടില്ലേ? മുടി ചായ പിടിക്കുന്ന ഏത് കടയില്? ഏത് കടയാ? പച്ചക്കറി കട, പച്ചക്കറി കട തുടങ്ങി മുടി വെട്ടാടെ. വൈകുന്നേരം ഞാൻ ദോശമാവിന് അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ദോശക്ക് വേണ്ടിട്ട് അരച്ചിട്ടുണ്ടായിരുന്നതേ. ഇന്ന് ദേ നല്ലോണം വീർത്ത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതേ കണ്ടാ, സെറ്റായിട്ടുണ്ട് സംഭവം.
ഇനിയിപ്പോൾ ഇതിന് കുറച്ച് പകർത്തി വെക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായി പുളി പിടിക്കും. പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴേ കുറച്ച് എന്തായാലും 2-3 ഉണ്ടാക്കിയാൽ പോരാ. അപ്പോൾ പകർത്തി ഒരു പാത്രത്തിലാക്കി ബാക്കിയുള്ള ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പുളി പിടിക്കാണ്ട് സെറ്റായിട്ട് കേടാവാണ്ട് അവിടെ ഇരുന്നോളും. മുൻപ് എനിക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം. ആരോ കമന്റ് ഇട്ടുണ്ടായിരുന്നു എനിക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാനൊന്നും വലിയ ധാരണയില്ല എന്ന് തോന്നുന്നത്. സംഭവം സത്യം എനിക്ക് ധാരണയൊന്നും ഉണ്ടായില്ല. ഇപ്പോഴാണ് ഞാൻ ചെറുതായിട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ചെറിയ മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഇപ്പം ഞാൻ തരക്കേടില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ദോശ ഉണ്ടാക്കൽ സെറ്റായിട്ട് ഞാൻ ഇതിന് കൂടി നെയ്യും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുകളിൽ കൂടെ കുറച്ച് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വെച്ചാറിനാണ് ഇത് ഇങ്ങനെ ഇരിക്കണേ. ഉണ്ടാക്കൽ പരിപാടി ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ 2-3 ഉണ്ടാക്കിയുള്ളൂ കേട്ടതേ. രാവിലത്തേക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തിരി നെയ്യും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാക്കി ബാലൻസ് എപ്പോഴും വീണ്ടും ബാലൻസ് വന്നു. കുറേ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഇത്തിരി ഉണ്ടാക്കണം. നീ എന്തിനാ കയറിയിരിക്കണേ? നീ എങ്ങടെ കയറിയിരിക്കണേ? കോഴിനെ നില വാങ്ങിയില്ലേ? ഇനി എന്നിട്ട് കോഴിനെ വാങ്ങിക്കണേ? വീഴോ വണ്ടി വീഴിച്ചാവില്ല ദൈവമേ. ഇറങ്ങ അപ്പൊ പിന്നെ പന്തപ്പെടുത്ത് ആരെ പന്ത് തട്ടിട്ടാള് ആരെ തട്ടിട്ടേ പന്ത്? അപ്പൊ എത്തി തരില്ല. ഞാൻ ദോശ ഉണ്ടാക്കൽ പരിപാടി കഴിഞ്ഞപ്പോ വേഗം അലക്കാൻ പോയിട്ടാ. അലക്കല് വേഗം തീർത്തു, കാരണം നല്ല വെയിലുണ്ടായിരുന്നു പുറത്ത്. അപ്പൊ വേഗം അലക്കി തീർത്ത് കഴിഞ്ഞാൽ തുണികൾ വേഗം ഉണങ്ങി കിട്ടുമല്ലോ. കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അബ്രുമൂത്തിന്റെ അടുത്ത് പുറത്ത് മൂത്രമൊഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രമൊഴിക്കുക. അതുകൊണ്ട് ട്രൗസറുകൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ അധികം ഇല്ല, അങ്ങനെ കഴുകാൻ വേണ്ടിയിട്ടില്ല. ആദ്യത്തിനോട് അങ്ങനെ പറഞ്ഞാൽ ചെയ്യലുണ്ട്. പക്ഷെ അബ്രുവിനോട് ഇപ്പൊ നമ്മള് പുറത്ത് മൂത്രമൊഴിക്കാൻ പറഞ്ഞാൽ അവൻ അതൊക്കെ ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് അമ്മിച്ച് രാവിലെ തന്നെ മറ്റേതിനാണ് ക്യാരറ്റും കായും അതുപോലെ തന്നെ പയറില്ലേ, പച്ചപ്പയറും കൂടി ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാ പച്ചക്കറികളും തിന്നട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെക്കണേ. എനിക്കിത് വലിയ താല്പര്യം ഇല്ല, എന്നാലും ഞാൻ കഴിക്കും. പിന്നെയുള്ളത് ഇത് നെല്ലിക്ക ചമ്മന്തി, നല്ല ചുവന്നുള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയും ഒക്കെ ഇട്ട് വെച്ചാൽ ഇത് കാണുമ്പോൾ വലിയ ഭംഗിയില്ലാതെ പക്ഷെ തോന്നും, പക്ഷെ തിന്നുമ്പോൾ അടിപൊളി സാധനം കേട്ടോ. പിന്നെ നമുക്കിത് പപ്പടം ഉണ്ട്. അപ്പം ഞാൻ ഈ പോയി ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ ഇനിയും കുറേ നേരം ഇങ്ങോട്ട് മാറി മാറി വൈകിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോൾ ഒരു രാവിലെ ഫുഡ് കഴിക്കുന്നത് ഒരു 11:30 ആവട്ടെ എൻ്റെ ചോറ് രാവിലത്തെ കഴിക്കല് സമയം. പറഞ്ഞിട്ട് കാര്യമില്ല, തട്ടിമുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ സമയം പോണതേ അറിയില്ല. എത്ര പെട്ടെന്ന് നേരം വെളുക്കുന്നു, വൈകുന്നേരം ആവുന്നു, വൈകുന്നേരം ആവുന്നു, നേരം വെളുക്കുന്നു. ഇതാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കണേ. അമ്മേനടിക്കാനാ ഡാഡേനെ അടിയിട്ട് നിനക്ക് അവര് ഡാഡേനെ വിളിച്ചേ. ഡാഡ എവിടെയാ? ഫോൺ വിളിക്കുമ്പോ അമ്മിച്ചി ഫോൺ വിളിക്കുമ്പോ ഡാഡേന്ന് പറഞ്ഞ് വിളിക്കണ്ടാ. നോക്കടോ ഹസി എന്തെന്ന് ചോക്കിയേ. ഡെയ്സി അമ്മാമ എന്തെന്ന് വെച്ചേ? ഡെയ്സി അമ്മാമ എന്തെന്ന് വെച്ചേ? ഡെയ്സി അമ്മാമ വന്നിണ്ടോന്ന് ചോദിച്ചിട്ട് പോന്നേ. ഡിന്നിന്ന് പറഞ്ഞേ, ഡിന്നിന്ന് പറഞ്ഞേ, ഡിന്നിന്ന് പറഞ്ഞേ, ഡിന്നിന്ന് പറഞ്ഞേ. ഇന്ന ആദത്തിന് അറിയാ കറക്റ്റ്. അതെന്തെങ്കിലും ഒഴിഞ്ഞു മാറി നിക്കണേ. ഡാഡാനെ വിളിച്ചേ. ഡാഡാ 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 അവൻ തല്ലുവിടുമ്പോഴേക്ക് ഡാഡാന്ന് വിളിക്കണ്ട. ഇപ്പൊ രണ്ടുപേരും ഒരുപോലെയല്ലേ ഡാഡാ? അവൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. പോണതേ ഡിന്നി പോണേ. ഇനി നടക്കാനുള്ള ദൂരമുള്ളോ?
അതിനെ കൊണ്ടോണ്ട അതിന് സ്റ്റെബിയുടെ കറി കയറാതാ ഡാഡയുടെ കറി കയറാ കുറുമ്പ് കാണിച്ചു ബൈ ബയ്യാ വീട്ടിലാക്കിക്കോട്ടാ അത് കാടുച്ചിക്ക് പൊക്കോ കാടുച്ചിക്ക് ദൈവമേ ഡാഡേ പോണ് അത് ഇവര് പോണോ അവര് പൊക്കോട്ടെ ഡാഡ കൊണ്ടാ അതാ ഉച്ചക്ക് ചോദിച്ചുള്ളൂ കായ വറുത്തതില്ലേന്നല്ലേ ആ അങ്ങനെ കൊടുത്ത ഞാൻ വായിലിട്ട് വിഴുങ്ങൂട്ടാ രസണ്ടാ നല്ലതാ മറ്റേ സാധനം വേണ ശർക്കര വരട്ടി കായ വറുത്ത് കൊണ്ട് പിടിക്കുക കുരുക്കി തടയുവാ വേറെ സാധനം വിട്ടേ എങ്ങനെ ചെറിയ പീസ് പിടിച്ചേക്കണ കഴിഞ്ഞ പ്രാവശ്യം ശർക്കര വരട്ടി അധികം തിന്നാൻ പറ്റി തിന്നൂലല്ലോ ഷുഗർ ഊഞ്ഞിട്ട് കാണിക്കണം അതിനെന്തിട്ട് ഇഷ്ടമായ കായ വറുത്താണോ ശർക്കര വരട്ടിയാണോ ശർക്കര വരട്ടിയാ ഇന്ന് ചേട്ടന് നാത്തോനും കൂടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നടക്കാൻ പോയേക്കായിരുന്നു. നടക്കാൻ പോയി കഴിഞ്ഞിട്ട് കുറച്ചേരം അവിടെ കുളിച്ചിട്ടൊക്കെ വരാം. അതുകൊണ്ടും ആദ്യത്തിന് അവിടെ കുളിപ്പിച്ചിട്ടൊക്കെ വരാറ്. അപ്പൊ ഞങ്ങൾ നടക്കാൻ പോയി ആടിപ്പാടി നിന്നപ്പോഴാണ് അമ്മിച്ചി അവിടെ നിന്ന് ഓടി വന്നു. ഞാൻ ചിന്തിട്ടണാവോ സംഭവിച്ചേക്കണേന്ന്. അപ്പോഴാണ് പറഞ്ഞത് ടിന്നി സ്റ്റേബിയും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തിനാണെങ്കിൽ കുളിക്കുകയും വേണം, ഇവരെ കാണുകയും വേണം, ഞാനും അവിടെ നിൽക്കുകയും വേണം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കുളിച്ചിട്ട് കുളി കഴിഞ്ഞിട്ട് പോരാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവനെ കുളിപ്പിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടാ. ഹസി ഉണ്ടായിരുന്നില്ല, അമ്മിച്ചി അപ്പച്ചനൊന്നും ഉണ്ടായിരുന്നില്ല, ടിന്നി സ്റ്റെബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഓണത്തിന് ഒരു ചടങ്ങുണ്ടല്ലോ, മിക്ക വീടുകളിലും ഉണ്ടാവും. ഈ സൈഡില് എല്ലാ വീടുകളിലും ഉണ്ട് കേട്ടാ. വേറൊന്നല്ല, ഈ ശർക്കര വരട്ടി കായ വറുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകില്ല. അതുപോലെ ക്രിസ്മസിന് കേക്ക് കൊണ്ടുപോകില്ല. കെട്ടിച്ചു വിട്ട മക്കളുടെ വീട്ടിലേക്ക് കായക്കോല, അതുപോലെ തന്നെ ശർക്കര വരട്ടി കായ വറുത്തത് അങ്ങനെ കൊണ്ടുപോകില്ല. എല്ലാവരും എല്ലാ അപ്പനമ്മമാരും അവരുടെ മക്കളുടെ വീട്ടിലേക്കും പിള്ളേരുകളുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, ഓണക്കോടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് പോവാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ അവർ വന്നതാണ്. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് എന്തോ ഇവിടെ തൃശ്ശൂർ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ആ വഴിക്ക് ഇങ്ങോട്ട് പോന്നപ്പോ അവർ ഇങ്ങോട്ട് കയറിയിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.